നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർക്ക് ഇത് വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു സമയമാണ്. പരിക്ക് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വില്ലൻ. ജനുവരി മാസം വരെ അദ്ദേഹത്തിന് കളിക്കാൻ കഴിയില്ല എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു. നെയ്മറെക്കുറിച്ച് ഒരുപാട് റൂമറുകൾ പ്രചരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. നെയ്മറെ ജനുവരിയിൽ തന്നെ അൽ ഹിലാൽ ഒഴിവാക്കിയേക്കും എന്നുള്ള റൂമറുകളും ഇപ്പോൾ സജീവമാണ്. ഇതിനിടെ 2034 വേൾഡ് കപ്പ് ബിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൗദി അറേബ്യ ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചിരുന്നു. നെയ്മർ ജൂനിയർ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. താൻ സൗദി അറേബ്യയിൽ വളരെയധികം ഹാപ്പിയാണ് എന്നാണ് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച വേൾഡ് കപ്പായി മാറാനുള്ള കഴിവ് സൗദി അറേബ്യയിലെ വേൾഡ് കപ്പിന് ഉണ്ടെന്നും നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇവിടെ കളിക്കാനും ജീവിക്കാനും കഴിഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എനിക്ക് ഇവിടെ ലഭിച്ച സ്വീകരണം അത് മനോഹരമാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ഇനിയും അത് മെച്ചപ്പെടുകയാണ് ചെയ്യുക. ഒരുപാട് സൂപ്പർ താരങ്ങൾ ഇനിയും ഇങ്ങോട്ട് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടേക്ക് വരാനുള്ള അവസരം മറ്റു പല താരങ്ങൾക്കും ലഭിച്ചേക്കും. ഇവിടുത്തെ എക്സ്പീരിയൻസ് അത് എല്ലാവരും അനുഭവിച്ചറിയേണ്ട ഒന്ന് തന്നെയാണ്. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച പ്രൊജക്റ്റാണ് സൗദി അറേബ്യയുടെ വേൾഡ് കപ്പ് പ്രൊജക്റ്റ്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച വേൾഡ് കപ്പായി മാറാനുള്ള ഒരു കപ്പാസിറ്റി ഈ പ്രൊജക്റ്റിനുണ്ട്. ഇതാണ് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത്. പരിക്ക് കാരണം ദീർഘകാലമായി നെയ്മർ ജൂനിയർ ഇപ്പോൾ കളിക്കളത്തിന് പുറത്താണ്. എന്നാൽ സൗദി അറേബ്യൻ ഫുട്ബോളിലെ ആ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഒരു പ്രധാന ഘടകം നെയ്മർ ജൂനിയർ തന്നെയാണ്. പക്ഷേ നെയ്മറെ കളിക്കളത്തിൽ ലഭിക്കുന്നില്ല എന്നുള്ളത് അൽ ഹിലാലിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ താരത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.